വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ നമ്മൾ ഇന്ന് വന്നിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ഒരു അടിപൊളി ന്യൂ ഇയർ ക്രിസ്മസ് മേക്കപ്പ് ലുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഭയങ്കര ഓവറായിട്ടല്ല, എന്നാൽ പിന്നെ ഡ്യൂയി ആയിട്ട് സിമ്പിൾ ആയിട്ടുള്ളൊരു മേക്കപ്പ് ലുക്ക് ആർക്ക് വേണേലും ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഒരു മേക്കപ്പ് ലുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. സോ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഫസ്റ്റ് ആണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ വീഡിയോ കാണാം. അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഞാനിവിടെ എടുത്തിരിക്കുന്നത് അക്വാലോജിക്കയുടെ ഒരു വാട്ടർമെലൺ സിറോ ആണ് കേട്ടോ. ഇതൊരു വൈറ്റമിൻ സി സിറോ ആണ്. ഇത് ഭയങ്കരമായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാനും അത് മാത്രമല്ല നമുക്ക് ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ കുറയാനായിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സിറോ ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സിറോ കൂടെയാണ്. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു എസെൻഷ്യൽ ഓയിലാണ്. ഇത് നമ്മളുടെ ഫേസ് ഭയങ്കരമായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് തന്നെ പൊതുവേ എൻ്റെ ഡ്രൈ സ്കിന്നാണ്, അപ്പോൾ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. സോ ഞാൻ മോയ്സ്ചറൈസറിൻ്റെ പകരമാണ് ഇത് ഇട്ടേക്കുന്നത്. ഇത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മോയ്സ്ചറൈസറിൻ്റെ ആവശ്യമില്ല കേട്ടോ, അത്രമാത്രം ഹൈഡ്രേഷൻ തരും. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ലാക്മിയുടെ ലൂമി ക്രീമാണ്. ഈ ക്രീം നമുക്ക് ശരിക്കും ഭയങ്കര ഡ്യൂയി ആയിട്ടൊരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു സാധനമാണ്. നമുക്ക് ഇത് മാത്രമായിട്ട് അപ്ലൈ ചെയ്തിട്ട് പോവാട്ടോ മോയ്സ്ചറൈസറിൻ്റെ പകരം. ഫൗണ്ടേഷൻ ഒന്നും ഇല്ലെങ്കിൽ തന്നെ നല്ല രസമായിട്ട് ഭയങ്കര ഗ്ലോയിങ് ആയിട്ട് കിടക്കുന്ന ഒരു അടിപൊളി ക്രീമാണ്. നല്ല സ്മെല്ലാണ്, നല്ല അടിപൊളി സ്മെല്ലാണ്. പിന്നെ ഞാനിവിടെ ഐ മേക്കപ്പാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് എനിക്ക് ഐ മേക്കപ്പ് ചെയ്യുമ്പോഴേ ഒരു തൃപ്തിയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു കൺസീലർ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ ഞാനൊരു പൗഡർ വെച്ച് നല്ലപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം പൗഡർ വെച്ച് സെറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഐഷാഡോ ഇട്ട് കഴിഞ്ഞാൽ ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. പിന്നെ ഞാനിവിടെ ഒരു ഐഷാഡോ പലറ്റാണ് എടുത്തിരിക്കുന്നത്. ഒരു ചെറിയൊരു റെനിയുടെ ഒരു ഐഷാഡോ പലറ്റാണ് കേട്ടോ. ഇത് ഭയങ്കര അഫോർഡബിളാണ്, അത് മാത്രമല്ല നമുക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു പീച്ച് ആൻഡ് പിങ്ക് പോലത്തെ ഒരു ഷെയ്ഡ് എടുത്തിട്ട് ഇതേപോലെ തന്നെ നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അകത്തോട്ടാണ് ഞാൻ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. ആ സെയിം ബ്രഷ് കൊണ്ട് തന്നെ ഞാൻ താഴെയും ഇതേപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മറ്റേ കണ്ണിൽ ഇതേപോലെ തന്നെ ബ്ലെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എത്രത്തോളം നമ്മൾ ഐ മേക്കപ്പ് ബ്ലെൻഡ് ചെയ്യുന്നു അത്രത്തോളം ഫിനിഷിങ് ഉണ്ടാവും കേട്ടോ. പിന്നെ കുറച്ചുകൂടെ ഡാർക്കായിട്ടുള്ള ഒരു പിങ്ക് പോലത്തെ ഒരു ഷെയ്ഡ് എടുത്തിട്ട് അതിൻ്റെ കോർണറിൽ മാത്രം ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. കാരണം ഞാനൊരു പിങ്കിഷ് ഒരു ഡ്യൂയി ലുക്കാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പിങ്ക് ഷെയ്ഡ്സ് മാത്രം ചൂസ് ചെയ്യുന്നത്. ഐ മേക്കപ്പ് എന്നുള്ളത് നമുക്ക് വലിയൊരു ലോങ് ആയിട്ട് വരുന്നൊരു പ്രോസസ്സാണ്. നമ്മൾ എത്രത്തോളം ചെയ്താലും നമുക്ക് മതിയാവില്ല കേട്ടോ, അത്രത്തോളം ചെയ്യാനുണ്ടാവും. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കട്ട് ചെയ്തിട്ടുള്ള പോർഷൻസ് മാത്രമാണ് കാണിക്കുന്നത്. ഫുള്ളായിട്ട് ബ്ലെൻഡ് ചെയ്ത് കാണിക്കുന്നില്ല. കാരണം നമ്മൾ കുറേ ബ്ലെൻഡ് ചെയ്താലേ നമുക്ക് ആ ഒരു ഫിനിഷിങ് കിട്ടുള്ളൂ. പിന്നെ ഞാനിപ്പോൾ ഒരു ലൈറ്റർ ആയിട്ടുള്ളൊരു ഷെയ്ഡ് എടുത്തിട്ട് ഐസിൻ്റെ ഇന്നർ കോർണറിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അങ്ങനെ എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഗ്ലിറ്റർ ഷെയ്ഡ്സ് ഒക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് പലരുടെയും ഐഷാഡോ പലരിൽ ഇതുപോലുള്ള വൈറ്റ് പീച്ചൊക്കെ ഷെയ്ഡ്സ് ഉണ്ടാവും. പക്ഷേ എന്തിനാ യൂസ് ചെയ്യാന്ന് അറിയാത്ത കുറേ പേരുണ്ടാവും കേട്ടോ. അത് മാത്രം കഴിഞ്ഞിട്ടുണ്ടാവില്ല. സോ നമ്മൾ ഗ്ലിറ്റർ ഷെയ്ഡ്സ് ഒക്കെ അപ്ലൈ ചെയ്യും മുമ്പ് ആ കണ്ണിൻ്റെ മുകളിൽ അതൊന്ന് അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഗ്ലിറ്റർ ഷെയ്ഡ്സ് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് പിഗ്മെൻറ്റഡ് ആയിരിക്കും ചെയ്യും, നല്ലപോലെ വിസിബിലിറ്റിയും കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനൊരു കാജൽ എടുത്തിട്ട് ഇതേപോലെ തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. ഇത് ഫേസസ് കാനഡയുടെ കാജലാണ്. നല്ല അടിപൊളി കാജലാണ്, ഭയങ്കര പിഗ്മെൻറ്റഡ് ആണ്. അത് മാത്രമല്ല സ്മജ് പ്രൂഫാണ്, വാട്ടർ പ്രൂഫാണ്, ലോങ് ലാസ്റ്റിംഗ് ആണ്. മസ്റ്റായിട്ട് എല്ലാവരും ട്രൈ ചെയ്യേണ്ട ഒരു സാധനമാണ്. വേർത്തായിട്ടുള്ള സാധനമാണ് കേട്ടോ. നമ്മൾ പൈസ കൊടുത്ത് എന്തായാലും മുതലാവുന്നൊരു സാധനമാണ്. അതിൻ്റെ ടിപ്പിൽ തന്നെ ഉള്ളൊരു ഇത് വെച്ചിട്ട് ഞാൻ സ്മജ് ചെയ്ത് കൊടുത്തു, നല്ലപോലെ സ്മജ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഐബ്രോസ് ഫില്ല് ചെയ്യണം. ഐബ്രോസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ യൂറോപ്പ് ഗേളിൻ്റെ ഐബ്രോ പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഇതെൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഐബ്രോ പൗഡറാണ് കേട്ടോ. കാരണം ഭയങ്കര നാച്ചുറൽ ആയിരിക്കുകയും ചെയ്യും. അത് മാത്രമല്ല നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റും കൂടിയിട്ടാണ് കേട്ടോ വരുന്നത്. പിന്നെ ഞാനൊരു സ്പൂളി എടുത്തിട്ട് നല്ലപോലെ ഇതുപോലെ കോംബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഐബ്രോസ് എപ്പോൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കോംബ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതെല്ലാം കഴിഞ്ഞ് ഞാൻ ഇതുപോലെയാണ് കേട്ടോ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നത്. ഒരു ലൈറ്റർ ആയിട്ടുള്ളൊരു ഷെയ്ഡ് ആദ്യം കണ്ണിൻ്റെ താഴെ ഇട്ട് പിന്നെ എൻ്റെ സ്കിൻ ടോണിന് മാച്ചിങ് ആയിട്ടുള്ളൊരു ഷെയ്ഡ് എടുത്ത് അതിൻ്റെ തൊട്ട് താഴെ ഇടുന്നുണ്ട്. പിന്നെ അത് തന്നെ ചീക്കിലും നോസിലും അതേപോലെ തന്നെ നെറ്റിയിലും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എക്സ്ട്രാ കൺസീലർ ഇടേണ്ട കാര്യമില്ല. ഫൗണ്ടേഷൻ ലെയർ ആയിട്ട് വരില്ല. ലെയറിങ് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. അത് മാത്രമല്ല ഭയങ്കരമായിട്ട് നാച്ചുറലായിട്ടൊരു ഫിനിഷിങ്ങും കിട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ടെക്നിക്കിലാണ് ഞാനിവിടെ കൊടുക്കുന്നത്. പിന്നെ ഫൗണ്ടേഷൻ ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിവിടെ കോണ്ടൂർ ലൈറ്റായിട്ടൊരു സോഫ്റ്റ് കോണ്ടറിങ്ങാണ് ചെയ്യുന്നത്. ഞാൻ നോസിൽ കോണ്ടൂർ ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനൊരു ഡാർക്ക് ആയിട്ടുള്ള ഫൗണ്ടേഷൻ വെച്ചിട്ട് തന്നെ ഫിംഗർ വെച്ചിട്ടാണ് ലൈറ്റായിട്ട് ഞാൻ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്ത് നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത് കേട്ടോ.
പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് മേക്കപ്പ് റെവല്യൂഷൻ്റെ ഒരു ക്രീം ബ്ലഷാണ് എടുത്തിട്ടുള്ളത്. ഇതെൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഭയങ്കരമായിട്ട് ഗ്ലോയി ആണ്. ഇത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഫേസിലൊരു ഡ്യൂയി ആയിട്ടുള്ളൊരു ലുക്ക് കിട്ടുന്നുണ്ട്. നല്ലൊരു നാച്ചുറൽ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബ്ലഷാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. താടിയിലും മൂക്കിലും എല്ലായിടത്തും ഞാൻ അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് ഞാൻ ഇതേപോലെ ഒരു ലിക്വിഡ് ഹൈലൈറ്ററാണ് എടുത്തിട്ടുള്ളത്. നിറ്റ്സിൻ്റെ ഒരു ലിക്വിഡ് ഹൈലൈറ്ററാണ് കേട്ടോ. ഇത് അതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഭയങ്കരമായിട്ടൊരു നാച്ചുറൽ ഗ്ലോ ആണ് കേട്ടോ നമുക്ക് കിട്ടുക. പിന്നെ നമ്മൾ എപ്പോഴും ഹൈലൈറ്റേഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഇതുപോലെ ഫിംഗർ വെച്ച് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ഫിനിഷിങ് കിട്ടുള്ളൂ. ബ്രഷ് ഒന്നും യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരിക്കലും ലിക്വിഡ് ഹൈലൈറ്റർ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. ആ ഒരു നാച്ചുറൽ ലുക്ക് കിട്ടുകയാണെങ്കിൽ എന്തായാലും നമ്മളത് ഫിംഗർ വെച്ച് വേണം അപ്ലൈ ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഐബ്രോ ബോണിലും അതേ മാത്രമല്ല കുറച്ച് മൂക്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇവിടെ മസ്കാരയാണ് എടുത്തിരിക്കുന്നത്. എസെൻസിൻ്റെ മസ്കാരയാണ്. ഇത് വാഷബിൾ മസ്കാര ആണോ എന്ന് ചോദിച്ചാൽ ആണ്, വാട്ടർ പ്രൂഫ് ആണോ എന്ന് ചോദിച്ചാൽ അതുമാണ്. കാരണം നമുക്ക് അങ്ങനത്തെ ഒരു അടിപൊളിയായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. ഇത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഒരു മസ്കാര, വാട്ടർ പ്രൂഫ് മസ്കാരയൊക്കെ നോർമലി ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് സ്റ്റിഫായിട്ട് നിൽക്കാറുണ്ട്. അത് അങ്ങനെ ഒരു ഫീൽ ചെയ്യാറില്ല കേട്ടോ. ഭയങ്കര സോഫ്റ്റായിട്ട് തന്നെ ലാഷസ് കിടക്കാറുണ്ട്. പിന്നെ ഞാനിവിടെ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് പാക്കിൻ്റെ തന്നെ പോഷ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ്. ഇത് ഭയങ്കര പിങ്കിഷ് ആയിട്ട് കിടക്കുന്നൊരു ഷെയ്ഡാണ്. ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വാഷ് ഔട്ട് ചെയ്ത പോലെ തോന്നി. അപ്പോൾ ഞാനൊരു ബ്രൗൺ ലിപ്സ്റ്റിക്ക് എടുത്ത് അതിൻ്റെ മുകളിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താണ് കേട്ടോ. ഡാസ്ലറിൻ്റെ ഒരു ബ്രൗൺ ലിപ്സ്റ്റിക്കാണ് ഇട്ടത്. അത് രണ്ടും കൂടെ വന്നപ്പോഴത്തേക്കും നല്ല അടിപൊളി ഷെയ്ഡാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു രണ്ടും കൂടെ മിക്സ് ചെയ്തപ്പോൾ വന്നൊരു ഷെയ്ഡ്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഞാനൊരു ലിപ് ഗ്ലോസും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഒരു ഗ്ലോസി മേക്കപ്പ് ലുക്കാണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതും ഡാസ്ലറിൻ്റെ തന്നെ ഒരു ലിപ് ഗ്ലോസ് ആണ്. പിന്നെ ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഒരു മെബലിൻ്റെ ഒരു പിച്ചിങ് സ്പ്രേ ആണ്. ഇത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മളുടെ മേക്കപ്പ് എല്ലാം കൂടെ ഒന്നായി ഭയങ്കര ഡ്യൂയി ആയിട്ട് നിൽക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ്. ആൻഡ് ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഈ ഒരു ലുക്ക് എല്ലാവരും ട്രൈ നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.